ഐ വാസ് വെരി ഹാപ്പി. ടെക്നോപ്പിന്ന് എന്നോട് പറഞ്ഞപ്പോൾ വി വോണ്ട് ടു ഡു യുവർ വെബ്സൈറ്റ് ഇൻ എ പ്രൊഫഷണൽ മാനർ ബിക്കോസ് നിങ്ങൾ അതിനിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, ഒരു പ്രോപ്പർ പ്രൊഫഷണൽ വെബ്സൈറ്റ്. ഇവർക്കും അറിയില്ല ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി. വെരി ഹാപ്പി വിത്ത് ദിസ്. ഐ എം ഷുവർ ഇതിൻ്റെ റിസൾട്ട്സ് ശരിക്കും എൻ്റെ കരിയറിലും എൻ്റെ ബുക്കിൻ്റെ സ്പ്രെഡിലും എല്ലാം നന്നായിട്ട് അറിയാം. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്താണ്, വിക്കിപീഡിയയിൽ പോയി ചിക്കി ചകഞ്ഞ ഇൻഫർമേഷൻ കിട്ടാനൊന്നും നേരമില്ല. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ലെനയുടെ AI avatar should be answering questions in real time. Congratulations for your new website launch. Thank you. എനിക്ക് ചോദിക്കാനുള്ളത് ടെക്നോപ്പി ആയിട്ടുള്ള ഈ വെബ്സൈറ്റിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആദ്യം തന്നെ ജോബോയ് ത്രൂ വന്നതുകൊണ്ട് ജോബോയുടെ കസിനാണ്, നെഫ്യൂ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ വളരെ ഇൻഫോർമലായിട്ട് ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയത് തന്നെ. പിന്നെ സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ഓൾറെഡി വെബ്സൈറ്റ് ഡിസൈനിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ്. ഓൾറെഡി ദുബായിലും കൊച്ചിയിലും ഫങ്ഷനിങ് വെബ്സൈറ്റ് ഡെവലപ്പേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വെബ്സൈറ്റിന് പകരം നമുക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ചെയ്തുകൂടെ എന്നുള്ള ഡിസ്കഷൻ വന്നു. അവരുടെ ടീമും വളരെ സ്ട്രോങ് ആണ്. ടെക്നോപ്പിയുടെ വെബ്സൈറ്റ് ഡിസൈൻ ടീം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഓൺലൈൻ മീറ്റിങ്സിലൂടെ തന്നെ എനിക്ക് വേണ്ടത് എന്താണെന്ന് വളരെ ക്ലിയറായി. ബേസിക്കലി ഇതുവരെ എൻ്റെ വെബ്സൈറ്റ് ഒരു ആക്ട്രസിൻ്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഡീറ്റെയിലിംഗ് ആവശ്യമില്ല. ബിക്കോസ് ഇപ്പോൾ സിനിമയെക്കുറിച്ചുള്ള കുറച്ച് ന്യൂസും കുറച്ച് ഫിൽമോഗ്രാഫിയും ബേസിക്കലി ഒരു വിക്കിപീഡിയ പേജിൽ കിട്ടുന്ന അത്രയും ഇൻഫർമേഷൻ തന്നെ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്നാൽ ഇപ്പോൾ ആക്ട്രസ്, ഓത്തർ, പിന്നെ സ്പീക്കർ, പബ്ലിക് സ്പീക്കിംഗ്, അവയർനെസ് സ്പീക്കിംഗ്, ടെഡെക്സ് ടോക്സ്, അങ്ങനെ കുറേ സ്പീക്കർ എന്നുള്ളൊരു സ്പേസും കൂടെ ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഇനി ഓൺട്രപ്രണർഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു വെബ്സൈറ്റിൽ നീറ്റായിട്ട് സെക്ഷൻ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഓത്തർ ഏരിയ ഒരാൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ വെബ്സൈറ്റിൽ അവർക്ക് നേരെ അതിലോട്ട് പോവാം. ഫുൾ വെബ്സൈറ്റ് അവർ പോയി നോക്കി ഒരുപാട് വായിക്കാനൊന്നുമില്ല. വളരെ സിമ്പിൾ, ഈസി ടു ഫോളോ ആണ്. ജസ്റ്റ് 1 ക്ലിക്ക് ആൻഡ് ആ പേജിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവർ വളരെ സ്റ്റൈലൈസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഈസി നൈസ് എക്സ്പീരിയൻസ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ആയത് ഇവരുടെ വെബ്സൈറ്റ് ആണോ അല്ലെങ്കിൽ ഇവരുടെ ടെക്നോപ്പിയുടെ പ്രൊജക്ട് ഹാൻഡ്ലിംഗ് ആണോ? എല്ലാം. എനിക്കിപ്പോൾ അവർ ഇത് ഡീൽ ചെയ്ത രീതിയും എനിക്കൊരു സ്ട്രെസ് ഇല്ലാത്ത വിധത്തിൽ, അതായത് ഇത്രയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുണ്ടെങ്കിലും എല്ലാം അവരെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം അവർ തന്നെ ചെയ്തു. പിന്നെ എനിക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഡീറ്റെയിൽസ് മാത്രം എന്നോട് ചെയ്തു സോഴ്സ് ചെയ്ത് കൊടുക്കാൻ. ചില സെലക്ട് ഫോട്ടോസോ ചില ഡീറ്റെയിൽസ് മാത്രം, ബാക്കിയെല്ലാം ദേ ഹാവ് ഗോട്ട് ഇറ്റ് ഫ്രം ദ ഇൻ്റർനെറ്റ് ആൻഡ് ഡൺ ഇറ്റ്. ഭയങ്കര ഈസി ടു ഡീൽ വിത്ത് ആയിരുന്നു. അതും വെബ്സൈറ്റിൽ അതിൻ്റെ ഗുണം കാണാനുമുണ്ട്. സോ എല്ലാ രീതിയിലും വെരി ഹാപ്പി. പിന്നെ ഈ പ്രൊഫഷണൽ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ ബിസിനസ്സുകാർക്ക് ടെക്നോപ്പിയെ സജസ്റ്റ് ചെയ്യുമോ? ഡെഫിനറ്റ്ലി. ഞങ്ങളുടെ തന്നെ ഈ പറയുന്ന ന്യൂ ആൻഡ് ഓൺട്രപ്രണറിയൽ അതിൻ്റെ വെബ്സൈറ്റിനൊക്കെ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഇനി എൻ്റെ പാർട്ട്നേഴ്സായിട്ട് ഡിസ്കസ് ചെയ്ത് ഐ ഷോ ദം അവർ വെബ്സൈറ്റ് ആൻഡ് വിൽ മൂവ് ഫോർവേഡ്. സെക്കൻഡ് പാർട്ട്. അപ്പോൾ സനൽ ഇത് കംപ്ലീറ്റ്ലി വളരെ നീറ്റ്ലി ഓർഗനൈസ് ചെയ്തു. ബിക്കോസ് ആ ഫുൾ ടീം ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും അത് ഓൺലൈൻ മീറ്റിങ്സിലൂടെ പെട്ടെന്ന് പ്രോബ്ലം റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഐഡിയ കവർ ചെയ്യാനൊക്കെ നമുക്ക് അധികം സമയം മെനക്കെടേണ്ടി വന്നിട്ടില്ല. ഫിലിം ഫീൽഡിലുള്ളവർക്ക് ഇനിയിപ്പോൾ വെബ്സൈറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇനി മൂവിങ് ഫോർവേഡ്? വെബ്സൈറ്റ് ആക്ച്വലി ഒരു 1 സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനാണ്. പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ആക്ച്വലി നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും. ഇപ്പോൾ നമുക്കൊരു എൻക്വയറി വരികയാണ് ഈവൻ ഔട്ട്സൈഡ് കേരള ഓർ ഈവൻ ഫോർ എനി അതർ നീഡ്, ഇപ്പോൾ ആഡ്സ് ആയാലും എന്തിനായാലും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് നമ്മുടെ വിസിറ്റിംഗ് കാർഡ് ഒരു ബിസിനസ് മാൻ കൊടുക്കുന്നതിൻ്റെ ഈക്വലൻ്റ് ആണ് ഒരു ആർട്ടിസ്റ്റിന് അവരുടെ വെബ്സൈറ്റ് ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് ഞങ്ങൾക്കൊരു ബിസിനസ് കാർഡ് കൊടുത്തിട്ട് കാര്യമില്ല. സോ ആക്ച്വലി ഒരു ഷോക്കേസാണ്. നമ്മുടെ വിക്കിപീഡിയയിലുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് അതിൽ 1 ക്ലിക്കിൽ അവൈലബിൾ ആണ്. അതേപോലെ നമ്മുടെ കുറേ ഫോട്ടോ ഗാലറി ഉണ്ട്, ഇത്രയും ഫോട്ടോസ് കാണാം. നമ്മുടെ ഫിൽമോഗ്രാഫി ഉണ്ട്. എല്ലാം വൺ സിംഗിൾ ലിങ്കിലല്ലേ. അപ്പോൾ ഇറ്റ്സ് ദ ഈസിയസ്റ്റ് തിങ്. സോ ഐ ബിലീവ് ഇപ്പോൾ ഇൻ്റർനാഷണലി എല്ലാ ആർട്ടിസ്റ്റിനും അവരുടെ വെബ്സൈറ്റ്സ് ഉണ്ട്. ഇന്ത്യയിലും എനിക്ക് തോന്നുന്നു എല്ലാ ലീഡിങ് ആക്ടേഴ്സിനും വെബ്സൈറ്റ്സ് ഉണ്ട്. പക്ഷേ അത് മിക്കവർക്കും അറിയില്ല. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി.
ഒരു ക്ലിയർ വെൽ ക്യൂറേറ്റഡ് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ സിംഗിൾ ലിങ്ക്. ഈവൻ ലിങ്ക് അല്ല, ഇപ്പോൾ എനിക്ക് ആരോട് പറയണമെങ്കിലും പറയാം, ഓക്കെ ടു ഗെറ്റ് ഓൾ ഡീറ്റെയിൽസ് അബൌട്ട് മീ ജസ്റ്റ് ഗോ ടു lenalife.com. അത്രയല്ലേ ഞാൻ പറയേണ്ട ആവശ്യമുള്ളൂ. lenalife.com എന്ന് മാത്രമേ ഞാൻ പറയേണ്ട ആവശ്യമുള്ളൂ. ലിങ്ക് ആയിട്ട് അയക്കുമ്പോൾ ഒരു വാട്സാപ്പ് മെസ്സേജിൽ ഒരു ലിങ്ക് ഇടേണ്ട ആവശ്യമുള്ളൂ. ഇമ്മീഡിയറ്റ്ലി അവർക്ക് എൻ്റെ ഷോറീൽ മുതൽ എൻ്റെ എൻറ്റയർ ഗാലറി, ഫിൽമോഗ്രഫി എല്ലാം കിട്ടാനുണ്ട്. ആസ് എ ഓത്തർ, ഇപ്പോൾ ഔട്ട്സൈഡ് കേരള ഉള്ളവർക്ക് ഓക്കെ വാട്ട് ആർ യുവർ ബുക്സ്, വേർ ആർ ദേ അവൈലബിൾ എന്നൊക്കെ ചോദിച്ചാൽ ഐ ജസ്റ്റ് ഹാവ് ടു സെൻഡ് എ വെബ്സൈറ്റ്. നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് ആമസോൺ പേജിൽ പോയി ബുക്ക് വാങ്ങിക്കാം. അപ്പോൾ അത്രയും ഈസി ആവുകയാണ്. അതേസമയത്ത് ഇപ്പോൾ ലെനയുടെ പെർഫോമൻസസ് എന്താണെന്ന് കാണണമെങ്കിൽ അതിൽ ഷോറീലുണ്ട്. ഇപ്പോൾ സ്പീക്കിംഗ് അസൈൻമെൻറ്റ്സ് ഏതാന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ 100+ ലിങ്ക്സ് ടു ടോക്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ. അതേപോലെ TEDx ടോക്സിൻ്റെ ലിങ്ക്സ് ഉണ്ട്. അപ്പോൾ ഏത് എൻ്റെ ടോക്കോ ഇൻ്റർവ്യൂയോ കാണണമെങ്കിൽ വെബ്സൈറ്റിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി. പലരും സെർച്ച് ചെയ്ത് കാണാറുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞേ, എൻ്റെ ടോക്സും ഇൻ്റർവ്യൂസും. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇത് എവിടെ കിട്ടും, എല്ലാം കൂടെ ഒരുമിച്ച് എവിടെ കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒക്കെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. So ഇനി ഇറ്റ്സ് ഓർഗനൈസ്ഡ് ആണ്, വൺ സിംഗിൾ ലിങ്ക്. ഇത്ര ചെറിയൊരു പേരും സെർച്ച് ചെയ്യാനും ഈസിയാണ്. ഇറ്റ്സ് ജസ്റ്റ് LENAA ലൈഫ്, lenalife.com ഇട്ടാ സോഷ്യൽ മീഡിയ ആവുമ്പോൾ ഇതെല്ലാം സ്കാറ്റേർഡ് ആണ്. എവിടെയൊക്കെ പോയി സെർച്ച് ചെയ്യും. എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടോന്ന് എല്ലാവർക്കും അറിയില്ല, എൻ്റെ ഇൻസ്റ്റാഗ്രാം എവിടെയാണ്, എല്ലാത്തിലും വേറെ വേറെ പേര്. ഒഫീഷ്യൽ ഏതാണെന്ന് അറിയില്ല, അൺഒഫീഷ്യൽ വേറെ ഉണ്ട്. അപ്പോൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എക്സാക്ട്ലി. സോ വെബ്സൈറ്റ് ഈസ് ദ സൊല്യൂഷൻ, ബെസ്റ്റ് സൊല്യൂഷൻ, ബിക്കോസ് ഇറ്റ്സ് എ വൺ സ്റ്റോപ്പ് വിസിറ്റിംഗ് കാർഡ് കം ഓൾ ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ നല്ലൊരു ഇപ്പോൾ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്, പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ അല്ല. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഷെയർ ചെയ്താലും നമ്മളെ ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ അത് ഐ വാസ് വെരി ഹാപ്പി. ടെക്നോപ്പിന്ന് എന്നോട് പറഞ്ഞപ്പോൾ വി വോണ്ട് ടു ഡു യുവർ വെബ്സൈറ്റ് ഇൻ എ പ്രൊഫഷണൽ മാനർ ബിക്കോസ് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി. ആക്ച്വലി വിത്ത് ദ ക്വാളിറ്റി ഓഫ് ദ വെബ്സൈറ്റ് നമുക്ക് നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഫോർ എനി കോൺവെർസേഷൻ. ഫസ്റ്റ് ഞാൻ ചോദിച്ച സമയത്ത് എനിക്ക് ആ വെബ്സൈറ്റ് ലിങ്ക് അയച്ചത്. സോ ഈവൻ ഐ വാസ് വെരി സാഡ് ആഫ്റ്റർ സീയിങ് ദിസ്. അപ്പം ഞാൻ അന്നും ഡിസൈഡ് ചെയ്തു എന്തായാലും ഇത് ഇനിയിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് വിളിച്ച് പറയാൻ. Then I started convincing her the importance of website. അങ്ങനെയാണ് ഇപ്പോൾ ഇതിലേക്ക് എത്തിയത്. എനിക്കിത് വെബ്സൈറ്റിന്റെ ആവശ്യം തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഹരിയാണ് പറഞ്ഞത്, സി ലെന ഓൾ മെയിൻ ലീഡിങ് ആക്ടേഴ്സ് റിക്വയർ എ വെബ്സൈറ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് പക്ഷെ വെബ്സൈറ്റിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഡൊമൈൻ എടുത്തു വെക്കാം ആൻഡ് ഐ വിൽ ക്രിയേറ്റ് എ വെരി ബേസിക് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിസിൽ എന്നോട് പറഞ്ഞു ജസ്റ്റ് ഹാവ് എ വെബ്സൈറ്റ്. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, ഒരു പ്രോപ്പർ പ്രൊഫഷണൽ വെബ്സൈറ്റായി. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ്. ഐ എം ഷുവർ ഇതിൻ്റെ റിസൾട്ട്സ് ശരിക്കും എൻ്റെ കരിയറിലും എൻ്റെ ബുക്കിൻ്റെ സ്പ്രെഡിലും എല്ലാം നന്നായിട്ട് അറിയാം. ഡെഫിനറ്റ്ലി എസ്പെഷ്യലി ഓൺട്രപ്രണറൽ സെക്ഷൻ വരുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ. അതെ. ഇപ്പോൾ ഇനിയിപ്പോൾ AI കാലമാണല്ലോ. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ വൈഫിനെ അറിയുന്നതിനേക്കാളും കൂടുതൽ എന്നെക്കുറിച്ച് എൻ്റെ AIക്ക് അറിയാം, ChatGPTക്ക് അറിയാം. അപ്പോൾ ലെന ഒരു ദിവസം എപ്പോഴൊക്കെ ഈ ChatGPT പോലത്തെ AI ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇത് എത്രത്തോളം ലെനയുടെ ലൈഫിൽ കരിയറിലും ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ AI ഞാൻ എപ്പോഴും വളരെ അപ് ടു ഡേറ്റ് ആയിരുന്നു. ലൈക്ക് ChatGPT ലോഞ്ച് ആയ സമയത്ത് തൊട്ട് ഞാൻ ChatGPT എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ ഇപ്പോൾ ക്ലോഡ് വന്നപ്പോൾ ക്ലോഡ് കുറച്ചും കൂടെയും കാറ്റഗറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ നമ്മുടെ ഒരു അസിസ്റ്റന്റിനെ പോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ റെപ്പിറ്റേറ്റീവായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും AI ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ നമ്മുടെ എല്ലാ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത് പോകേണ്ട ഡോക്യുമെൻറ്റ്സും എല്ലാത്തിനും AI വഴി അത് ചെക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമ്മുടെ പല സമയം പോകുന്ന എഫേർട്സിനൊക്കെ നമുക്ക് ആക്ച്വലി AI അസിസ്റ്റൻസ് യൂസ് ചെയ്യാം. ഞാൻ ഈവൻ എൻ്റെ AI അവതാറിനെ കൊണ്ട് വീഡിയോസ് ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് എൻ്റെ AI അവതാർ സംസാരിക്കുന്നത്, അത് ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ലെന എന്ന വ്യക്തിക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഞാൻ സ്വയം വർക്ക് ചെയ്യുക. ക്രിയേറ്റീവ് അല്ലാത്ത റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള എല്ലാ വർക്കും AI അസിസ്റ്റൻസ്, നമ്മുടെ ഓൺ AI ക്ലോൺസ്, ഇവരൊക്കെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഇനിയും വരുന്നുണ്ട്, ഞാൻ അറിയിക്കാം. എൻ്റെ AI ബേസ്ഡ് അവതാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇനി വരാനുണ്ട്.
അപ്പോൾ ഞാൻ വളരെ അപ് ടു ഡേറ്റ് ആണ്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് വി വിൽ ഓൾസോ മേക്ക് അവർ വെബ്സൈറ്റ് ഇനിയും AI അസിസ്റ്റഡ്. ഈ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ലെനയുടെ AI അവതാർ ഷുഡ് ബി ആൻസറിങ് ക്വസ്റ്റ്യൻസ് ഇൻ റിയൽ ടൈം. അതെ, ഏജന്റിക് AI കോൾ ലെന അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ when we are sleeping our website should work for us and it should brand us. കറക്റ്റ്. ഇപ്പോൾ നൈറ്റ് ഒക്കെ നമുക്ക് എൻക്വയറി വന്നാലും വെബ്സൈറ്റ് ഓട്ടോമാറ്റിക് നമ്മളിപ്പോൾ US ബേസ്ഡ് ടൈമിലാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹാഫ് എ ഡേ ലാഗ് വരും. അതില്ലാതെ തന്നെ മുന്നോട്ട് ഇതൊക്കെ തന്നെയാണ് വെബ്സൈറ്റിന്റെ ബേസിക് പേർപ്പസും. ഡെഫിനറ്റ്ലി നമ്മളെക്കുറിച്ച് അറിയാമെങ്കിൽ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ടാവും. വെബ്സൈറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ അറിയാം. നമ്മളെ എത്രത്തോളം പ്രൊഫഷണൽ ആണെന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു പോർട്ടലാണ്. ബിക്കോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നമ്മളെ കുറിച്ച് പോയി റിസർച്ച് ചെയ്യുന്നൊരു സ്പേസ്. പക്ഷെ അതേ സമയത്ത് നമ്മളൊരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് പോയി നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്താണ് വിക്കിപീഡിയയിൽ പോയി ചിക്കി ചകഞ്ഞ ഇൻഫർമേഷൻ കിട്ടാനൊന്നും നേരമില്ല. വളരെ ഫാസ്റ്റ് മൂവിങ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു വൺ സ്റ്റോപ്പ് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള നമ്മളെ നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ഏറ്റവും കൂടുതൽ നമ്മളെ പ്രൊഫഷണലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളായിരിക്കും. ബിക്കോസ് ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റ് ടെക്നോപ്പി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് lenalife.com എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് ഒറ്റ സ്പേസിൽ എൻ്റെ ഏറ്റവും പുതിയ ബുക്കിൻ്റെ വിശേഷങ്ങൾ, എൻ്റെ പുതിയ പടങ്ങൾ, സിനിമകൾ, പുതിയ ലോഞ്ചസ്, പുതിയ ഇവൻറ്റ്സ്, അടുത്ത ദിവസങ്ങളിൽ വരുന്ന ഇവൻറ്റ്സ് എല്ലാം ആ ഒരൊറ്റ പേജിൽ കിട്ടും. അതേ സമയത്ത് എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലേക്കും അതിൽ ജസ്റ്റ് ക്ലിക്ക് എ ബട്ടൺ ആൻഡ് ഇറ്റ് വിൽ ഗോ ടു മൈ ഇൻസ്റ്റാഗ്രാം, ഇറ്റ് വിൽ ഗോ ടു മൈ ഫേസ്ബുക്ക്, ഇറ്റ് വിൽ ഗോ ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അറിയാം. അതുകൂടാതെ എൻ്റെ ഇൻ്റർവ്യൂസോ എൻ്റെ ടോക്സോ കാണണമെന്നുണ്ടെങ്കിൽ ആ സ്പീക്കർ സെക്ഷനിൽ ലിങ്ക്സ് ഉണ്ട്. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ഇൻ്റർവ്യൂസ് 2023 മുതലുള്ള എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് വൺ ക്ലിക്ക് ആൻഡ് എൻ്റയർ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അത്രയും കമ്പാർട്ട്മെൻറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബെസ്റ്റ് വേർഷൻ ഓഫ് എ വിസിറ്റിംഗ് കാർഡാണ്. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദ പ്രോസസ് ആൻഡ് ഐ ഹോപ്പ് ഇഫ് യു വാണ്ട് ടു ചെക്ക് ഔട്ട്, കോൺടാക്ട് സനൽ at Technopy.